നമസ്കാരം. എന്തുകൊണ്ട് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ തോറ്റു? അതിന് ഒറ്റ ഉത്തരമേയുള്ളൂ. കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിലാണ്. പെൻഷൻ മുടങ്ങിയതാണോ തോൽവിക്ക് കാരണം? അത് ഒരു കാരണം മാത്രമാണ്. പെൻഷൻ കിട്ടാത്തവർക്കും കേരളത്തിൽ വരുമാനം കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണോ ഈ സാമ്പത്തിക പ്രതിസന്ധി? എല്ലാ സംസ്ഥാനങ്ങളിലും വളർച്ചയിൽ കുറവുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം വളർച്ച താഴേക്കായി അഥവാ നെഗറ്റീവായി. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് CPIM കേന്ദ്ര കമ്മിറ്റി വരെ വിലയിരുത്തി. ആ ഭരണവിരുദ്ധ വികാരത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ. അത് ജനങ്ങളുടെ കയ്യിൽ പണമില്ലാതായതാണ്. ഈഴവ വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും പോയി എന്നൊക്കെ വിലയിരുത്തി സമുദായങ്ങളെ അപഹസിക്കാം എന്നേയുള്ളൂ. എല്ലാ സമുദായങ്ങളിലെയും പാവപ്പെട്ടവർ ഇത്തവണ സർക്കാരിനെതിരായി. കേരള സമൂഹം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആ അസൽ കണക്കുകൾ ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കേരളം സാമ്പത്തിക മാന്ദ്യത്തിലോ? ഒരു നാടിൻ്റെ സാമ്പത്തിക വളർച്ച അളക്കാൻ ഒരേ ഒരു മാനദണ്ഡം മതി. അത് മൊത്തം നികുതി വരുമാനമാണ്. ഇക്കഴിഞ്ഞ മെയിലെ കണക്കുകൾ ന്യൂസ് മലയാളത്തിന് കിട്ടി. ആകെ നികുതി വരുമാനം 6567.78 കോടി രൂപ. ഇത് കുറവോ കൂടുതലോ എന്നറിയാൻ മുൻ വർഷത്തെ അതേ മാസത്തെ കണക്കാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2023-24 വർഷത്തിൽ മെയിൽ കിട്ടിയത് 7041.8 കോടി രൂപ. നികുതിയിലെ കുറവ് 474.02 കോടി രൂപ. ഒരു മാസമൊക്കെ നികുതി കുറയുന്നത് വലിയ സംഭവമാണോ എന്ന ചോദ്യമുയരും. അതിനുമുണ്ട് കൃത്യം കണക്കുകളിലൂടെയുള്ള ഉത്തരം. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ മാസമായ ഏപ്രിൽ ആകെ ലഭിച്ചത് 4434 കോടി രൂപയുടെ നികുതി. കഴിഞ്ഞ ഏപ്രിലിൽ കിട്ടിയത് 5549 കോടി രൂപ. കുറവ് 1000 കോടിയിലേറെ. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ 2 മാസത്തെ വരുമാനം 11,002 കോടി രൂപ മാത്രം. കഴിഞ്ഞ വർഷം ഇതേ 2 മാസം കിട്ടിയത് 12,590 കോടി രൂപ. 1500 കോടി രൂപയുടെ കുറവ്. കണക്ക് ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന് തൊട്ടുമുമ്പുള്ള മാർച്ചിലെ കണക്കെടുക്കാം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമാണ്. മാർച്ചിൽ കിട്ടിയത് 9,054 കോടി രൂപ. അതിനു മുമ്പുള്ള മാർച്ചിൽ കിട്ടിയതോ 11,270 കോടി രൂപ. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായി കേരളത്തിലെ നികുതി വരുമാനത്തിലുണ്ടായ കുറവ് 3500 കോടിയിലേറെ. 3 മാസം തുടർച്ചയായി നികുതി വരുമാനം താഴ്ന്നാൽ ആ നാട് സാമ്പത്തിക മാന്ദ്യത്തിലാണെന്നാണ് ധനതത്വശാസ്ത്രം പറയുന്നത്. നികുതി വരുമാനത്തിൽ മാത്രമാണോ ഇത് സംഭവിച്ചത്? അല്ല, നികുതിയേതര വരുമാനവും കുറഞ്ഞു. 2 മാസത്തെ നികുതിയേതര വരുമാനം ഈ വർഷം 1121.71 കോടി രൂപ. കഴിഞ്ഞ വർഷത്തെ ഇതേ 2 മാസത്തെ നികുതിയേതര വരുമാനം 1904.91 കോടി രൂപ. നികുതിയേതര വരുമാനത്തിലെ കുറവ് 2 മാസം കൊണ്ട് 750 കോടി രൂപയിലേറെ. 900 കോടി രൂപയുണ്ടെങ്കിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാം എന്ന് ഇവിടെ മറക്കരുത്. ഇതെങ്ങനെ സംഭവിച്ചു? കേരളത്തിൽ മാത്രമാണോ ഈ തകർച്ച? കേരളത്തിന്റെ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിലെയും നികുതി കണക്കുകൾ ന്യൂസ് മലയാളം ശേഖരിച്ചു. തമിഴ്നാടിനും കർണാടകത്തിനും ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കുമെല്ലാം ഇതേ കാലയളവിൽ ഉള്ള കണക്കുകളിലേക്ക്. തമിഴ്നാട്ടിൽ ഏപ്രിൽ, മെയ് മാസങ്ങളിലെ നികുതി വരുമാനം 31,530 കോടി രൂപ. കഴിഞ്ഞ വർഷം ഇതേ 2 മാസങ്ങളിൽ 28,409 കോടി രൂപ. വർധന 3000 കോടി രൂപയ്ക്ക് മേൽ. കർണാടകത്തിൽ 2 മാസത്തെ വരുമാനം 32,082 കോടിയിൽ നിന്ന് 39,790 കോടിയായി വർദ്ധിച്ചു. വർധന 7000 കോടിയിലേറെ. തെലങ്കാനയിൽ 17,910 കോടിയിൽ നിന്ന് 19,436 കോടി രൂപയിലേക്ക്. ആന്ധ്രയിലും 20,097 കോടിയിൽ നിന്ന് 22,419 കോടിയിലേക്ക്. വലിയ വരുമാനമുള്ള ഈ സംസ്ഥാനങ്ങളിലൊക്കെ നികുതി കൂടുകയാണ് ചെയ്തത്.
കേരളത്തിൽ മാത്രം 2 മാസത്തെ നികുതി 12,590 കോടിയിൽ നിന്ന് 11,002 കോടി രൂപയായി കുറഞ്ഞു. ഉൽപാദനം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രതിസന്ധി കാലത്തും ആ പ്രക്രിയ തടസ്സപ്പെട്ടില്ല. അതിനാൽ വരുമാനം കൂടി. എന്നാൽ മുൻ വർഷങ്ങളിലെ പോലെ വരുമാനം കൂടുന്നില്ല എന്ന് തന്നെയാണ് അവിടങ്ങളിൽ നിന്നുമുള്ള ട്രെൻഡ്. രാജ്യത്ത് വരുമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ബീഹാറാണ്. ഇന്നും ദരിദ്ര സഹസ്രങ്ങൾ ജീവിക്കുന്ന ഇടം. അവിടെ കഴിഞ്ഞ വർഷം ഇതേ 2 മാസം കിട്ടിയത് 3,951 കോടി രൂപ. ഈ വർഷം കിട്ടിയത് 3,783 കോടി രൂപ മാത്രം. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: രാജ്യമെങ്ങും ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ട്. അത് ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നത് ഇപ്പോൾ ഉൽപാദനമില്ലാത്ത സംസ്ഥാനങ്ങളെയാണ്. ഈ ഘട്ടത്തിൽ പെൻഷൻ വിതരണം പോലും മുടങ്ങിയതാണ് കേരളത്തിലെ വിപണികളെ താഴോട്ട് വലിച്ചത്. ആ തുക പോലും വിപണിയിൽ ഇറങ്ങിയില്ല. അങ്ങനെ നികുതി വരുമാനം താഴ്ന്നു. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ജനങ്ങൾക്കുള്ള സഹായങ്ങൾ നിർത്തുകയല്ല, കൂടുതൽ വിതരണം ചെയ്യുകയാണ് വേണ്ടത് എന്നതാണ് ബാലപാഠം. പെൻഷൻ പണം ആരും ബാങ്കിലിട്ട് പലിശ വാങ്ങാറില്ല, അന്ന് തന്നെ ചെലവഴിക്കും. പെൻഷൻ വഴി മാത്രമല്ല, മറ്റു മാർഗങ്ങളിലും വിപണിയിൽ പണം എത്തിക്കാതെ ഇനി കേരളത്തിന് ഉയർച്ച അസാധ്യമാണെന്ന് തന്നെയാണ് ഈ കണക്കുകൾ പറയുന്നത്. വേറെ വഴി എന്താണ്? കടം കേരളത്തിന് ഒരു രക്ഷാമാർഗമേ അല്ല. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ പരമാവധിയൊക്കെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ആദ്യ 2 മാസത്തെ മാത്രം കേരളത്തിൻ്റെ ബാധ്യത 13,521 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇത് 11,097 കോടി രൂപ മാത്രമായിരുന്നു. ബാധ്യതയിൽ 2,500 കോടി രൂപ കൂടുകയും വരുമാനത്തിൽ 1,500 കോടി രൂപ കുറയുകയും ചെയ്ത സന്നിഗ്ധ ഘട്ടമാണ്. ഉൽപാദനമില്ലാത്ത നാട്ടിൽ ഇത് സർക്കാരിൻ്റെ മാത്രം പ്രശ്നമല്ല. പക്ഷേ രക്ഷാമാർഗം സംസ്ഥാനം കണ്ടെത്തിയേ മതിയാകൂ. പ്രത്യേക സാഹചര്യത്തിലുള്ള ഒരു രക്ഷാ പാക്കേജ് ലഭിക്കാതെ സംസ്ഥാനത്തിനി മുന്നോട്ടുള്ള വഴിയില്ല എന്ന് തന്നെ പറയാം. അതിൽ രാഷ്ട്രീയം കളിക്കാൻ പോയാൽ നഷ്ടം CPIM-കാർക്ക് മാത്രമായിരിക്കില്ല. ഇനി ഭരിക്കാൻ തയ്യാറെടുക്കുന്ന കോൺഗ്രസിനും BJP-ക്കും എല്ലാം ഉണ്ടാകും. സ്പോട്ട്ലൈറ്റ് നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.